നമസ്കാരം, ഞാൻ സാബു പരുത്തിക്കുഴി. OP മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹസ്രത്ത് ഇബ്രാഹിം എന്ന 11 വയസ്സുള്ള പൊന്നുമോന്റെ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർക്കാം. ജന്മന ഒരു വൃക്ക മാത്രമേ പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. പ്രവർത്തനം ഉള്ളതിലാകട്ടെ രോഗബാധയും. ഇതിന്റെ ചികിത്സയ്ക്കായി ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. വൃക്കയുടെ ഉള്ളിൽ പഴുപ്പ് വരികയും അത് കാരണം മൂത്രം പോവാതെ ആവുകയും ചെയ്തതിനെ തുടർന്ന് സർജറി നടത്തുകയുണ്ടായി. ചികിത്സിക്കുന്ന ഡോക്ടർ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയതിനെ തുടർന്ന് കുട്ടിയുടെ ചികിത്സ SAT മാറ്റി. 2021 ജനുവരി 26 ഡോക്ടറെ കണ്ടപ്പോൾ പൊന്നുമോന്റെ നില അതീവ ഗുരുതരമാണെന്നും എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അന്ന് തന്നെ ഡയാലിസിസ് ആരംഭിക്കുകയും ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം വേണമെന്നും ഓപ്പറേഷൻ വരെ ഇത് തുടരണമെന്നും ഡോക്ടർ പറയുകയും ചെയ്തു. കൂലിവേലക്കാരനായ പിതാവും നിത്യരോഗിയായ മാതാവും ആകെ പ്രയാസത്തിലാവുകയും ചെയ്തു. സ്വന്തമായി കേറി കിടക്കാടം പോലും ഇല്ലാത്ത ഈ സാധു കുടുംബം ഇപ്പോൾ കഴിയുന്നതാകട്ടെ വാടക വീട്ടിലും. പിതാവ് തന്നെയാണ് മകന് വൃക്ക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചികിത്സയ്ക്കും അനുബന്ധ ചിലവുകൾക്കുമായി 10 ലക്ഷത്തോളം രൂപയെങ്കിലും വേണ്ടിവരും. സുമനസ്സുകളായ നമ്മെപ്പോലെയുള്ളവരുടെ സാമ്പത്തിക സഹായങ്ങളും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും കൊണ്ട് മാത്രമേ ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ഈ മകന്റെ ചികിത്സയ്ക്കായി നൽകാം. എല്ലാവരിലേക്കും ഒന്നത് ഷെയർ ചെയ്യുക. അക്കൗണ്ട് നമ്പരും വിശദ വിവരങ്ങളും താഴെ കൊടുക്കുന്നു.